ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2194. ഇന്ന് ജനുവരി മാസം 2-ാം തീയതി. യോബിന്റെ ഒരു ഓർമ്മപ്പെടുത്തിൽ നിന്നായിരുന്നു പുതുവർഷത്തിന്റെ ആദ്യ പുലരി നമ്മൾ ആരംഭിച്ചത്. 7-ാം അധ്യായത്തിന്റെ 6-7 വചനങ്ങൾ. എന്റെ ദിവസങ്ങൾ നെയ്ത്തുകാരന്റെ ഓടത്തേക്കാൾ വേഗത്തിൽ കടന്നുപോകുന്നു. പ്രത്യാശയില്ലാതെ അവസാനിക്കുന്നു എന്നൊരു നിരാശ കൂടി അതിൽ നിന്ന് വരുന്നുണ്ട്. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെയ്ത്തോട് അതിശീഘ്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണടച്ചു തുറക്കും മുമ്പേ ഓരോ ദിവസവും നമ്മെ പിന്നിട്ടു പോകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നില്ലേ? കഴിഞ്ഞ പുതുവർഷ പുലരി ഇന്നലെ കഴിഞ്ഞ ദിവസം പോലെ തോന്നിപ്പോകുന്നു. സമയവും തിരമാലയും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല എന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട അവസരം ഒരിക്കലും തിരികെ കിട്ടുകയില്ല. പൗലോസ് അപ്പോസ്തലൻ ഇതിനെപ്പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ എന്ന്. അതിനാലാണ് ജീവിതത്തിൽ സമയനിഷ്ഠയും കൃത്യനിഷ്ഠയും പാലിക്കാൻ നമ്മൾ ഒരുങ്ങേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. പണം നഷ്ടമായ വീണ്ടും പ്രയത്നിച്ച് നമുക്കത് നേടിയെടുക്കാം. ചിലപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ നേടാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ നമ്മുടെ സമയം നഷ്ടമായാൽ അത് നമുക്ക് തിരികെ ലഭിക്കുന്നതല്ല, എന്നേക്കുമായി അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. എല്ലാവർക്കും ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലർക്ക് ആ സമയം ഏറ്റവും ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയും. ഓരോ പ്രഭാതത്തിലും ആ ദിവസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു രൂപരേഖ ഉണ്ടാക്കുന്നത് ആശ്വാസമാണ്. ദൈവത്തിന്റെ ചില പദ്ധതികളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതും നിർവഹിച്ച് പൂർത്തീകരിക്കേണ്ടതും. യോബിന്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് കൂടി എന്നെ ഓർമ്മപ്പെടുത്തണമേ. അത് നമ്മളെപ്പോഴോ മറന്നുപോയെന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ഇത്രയും അലസരായി മാറിയത്. സത്യത്തില് ഒട്ടും ജാഗ്രത സൂക്ഷിക്കാത്തവരായി മാറിയത്. എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണ്. പുതുവർഷം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല. അതിൻ്റെ ഓരോ താളുകളാണ്, ഓരോ ദിനങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇന്നതിൻ്റെ 2-ാം ദിനമാണല്ലോ. ആമേൻ.